ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ പാതിരാത്രി ഉറക്കപ്പിച്ചിൽ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. വന്നു നോക്കുമ്പോൾ ഒരാൾ ബേക്കൊക്കെ കെട്ടിപ്പിടിച്ച് പോകാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മക്കളൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളിന്ന് കല്യാണം കഴിഞ്ഞിട്ട് മൂന്നാർ പോവാണ്. സമയം രാത്രി 1:52 2 മണി ആവാനായി. അപ്പോൾ അതെല്ലാവരും റെഡിയായി നമ്മൾ വണ്ടിയിൽ കയറി. പിന്നെ നമ്മൾ ഉറങ്ങിയിട്ട് എല്ലാവരും നല്ല ഉറക്കിയിരുന്നു. ഉറക്കം എണീറ്റ് നമ്മൾ അടിമാലി എത്തിയപ്പോഴാണ് നമ്മൾ എണീറ്റ്. അപ്പോൾ ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇറങ്ങി. നമ്മളവിടെ എത്തുമ്പോൾ ഒരു 6 മണി 7 മണി ആയിട്ടായിരുന്നു. അപ്പോൾ ഇത് അവിടുത്തെ റൂമാണ്, നമുക്ക് പ്രൊവൈഡ് ചെയ്ത റൂം. അടിപൊളി റൂമായിരുന്നു. അപ്പോൾ നമ്മളൊരു 2 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ എടുത്ത് എല്ലാവരും ഒന്ന് ഉറങ്ങി റെസ്റ്റൊക്കെ എടുത്ത്. ഇത് അവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ, മെയിൻ ബസ് സ്റ്റോപ്പ്. മലമൊക്കെ കോട നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞൊരു 8-9 മണിയാകുമ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന നല്ല മുട്ടക്കറിയും അപ്പവും നൂൽപുട്ട് പൊറോട്ട കടലക്കറി പൂരി മസാലക്കറിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും റൂമിലൊക്കെ പോയി ഫ്രഷപ്പായിട്ട് നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ മൂന്നാർ പോണ വഴിയാണ്. നമ്മുടെ ഫാമിലി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് പോകുന്നത്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടുക പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പലരും പല ടൈമിലാവും നാട്ടിൽ വന്ന് പോണതും പിന്നെ ഒത്തുകൂടലൊക്കെ പല ടൈമിലാവും. അപ്പോൾ എല്ലാവരും കൂടി കിട്ടിയപ്പോൾ നമ്മളൊരു ട്രിപ്പ് കൊണ്ട് പ്ലാൻ ചെയ്ത്. അപ്പോൾ അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ ഫുഡ് കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അപ്പോൾ മക്കളൊക്കെ സെറ്റായി. ജന്ന ഇപ്പോഴും ഉറക്കത്തിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉപ്പപ്പാനും മമ്മിയും എല്ലാവരും അവരുടെ 3 മക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടിയിട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് പോവാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിനും മനസ്സിനും അനുഭൂതിയേക്കുന്ന നല്ല അടിപൊളി കോട നിറഞ്ഞു നിൽക്കുന്ന ഏലത്തോട്ടങ്ങളും മരങ്ങളും എല്ലാം കണ്ടിട്ട് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാലക്കാട് റിസോർട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തേയിലത്തോട്ടത്തേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ പറയാമല്ലോ, അത് ആ കാഴ്ച ഇങ്ങനെ നോക്കി കോട നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന തേയിലത്തോട്ടം എന്നൊക്കെ പറയണ പോലെ ഉഷാറായിരുന്നു. കുറേ ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ്. അങ്ങനെ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ചെറിയ ചെറിയ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് സൈഡാക്കി നമ്മളൊന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇറങ്ങി. ഇവിടെ കുതിരസവാരിയൊക്കെ ഉണ്ട്. അതിനെത്ര 100 രൂപയാണ്. ഇത്ര 10-15 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം ഒന്ന് കറക്കി കൊണ്ടുവരും. നമ്മളെല്ലാവരും ഇറങ്ങി. നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് ബാക്കിലേക്ക് തന്നെ നടന്നു, കാരണം അവിടെ ഫുള്ള് തിരക്കും. വണ്ടി പാർക്ക് ചെയ്ത്
ഒക്കെയാണ്. നമുക്കിപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലം നോക്കിയിട്ട് നമ്മളെല്ലാവരും കൂടി നടന്ന്, ഉപ്പയും മമ്മിയും വന്നില്ല. ഉമ്മമ്മക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം അവരുടെ വണ്ടി ഇരുത്തിയിട്ട് നമ്മളെല്ലാവരും ഒന്ന്, ഇതാണ് നമ്മളെ ടീം, ഫുൾ ടീമുണ്ട്. മാഷാ അല്ലാഹ്, ഒരുപാട് സന്തോഷം. കുറേ അധികം എന്ന് പറഞ്ഞാൽ പറ്റില്ല, ഫസ്റ്റ് ടൈമാവും നമ്മൾ പോകണം. അപ്പോൾ പുതിയ അപ്പളേയും കുട്ടികളായിട്ട് നടന്ന് നീങ്ങുന്നുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്ത്. കാരണം നിറച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പലരും വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിഞ്ഞൊരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തിരഞ്ഞ്, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ വണ്ടിയുടെ അവിടേക്ക് പോവുകയാണ്. അപ്പോഴാണ് 2 പരിചയമുള്ള മുഖങ്ങൾ ഒരു കുതിരപ്പുറത്തിരുന്ന് പോണത്. അപ്പോൾ ഉപ്പച്ചിയും മോളും കൂടിയിട്ട് കുതിരസവാരി നടത്താണ്. 100 രൂപക്ക് വേർത്താണോ ചോദിച്ചാൽ അറിയില്ല, കാരണം കുറച്ച് സമയം 10 മിനിറ്റ് തികച്ചുണ്ടോയെന്ന് അറിയില്ല. ഒരു റൗണ്ട് അടിച്ച് പിന്നെ തന്നെ നല്ല തിരക്കുണ്ട് അവിടെ. അപ്പോൾ ഇതായി തേയിലത്തോട്ടം റിപ്പിൾ ടീൻ്റെ തോന്നുന്നു, അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, റിപ്പിൾ ടീയുടെ പ്രോപ്പർട്ടി തോന്നുന്നു. അവിടെ ഫുള്ള് നമ്മൾ മൂന്നാർ പോണ വഴിക്കൊക്കെ ഈ ബോർഡ് തന്നെ കാണുന്നത്, റിപ്പിൾ ടീൻ്റെ ബോർഡ്. അങ്ങനെ ഫസ്റ്റ് സവാരി കഴിഞ്ഞപ്പോൾ അടുത്ത ടീം സവാരിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ച് വന്നു. പിന്നെ നമ്മൾ ഹസനായിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് കുതിരപ്പുറത്തൊക്കെ ഇരുത്തി. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ പോണ വഴിക്കൊക്കെ ഫുള്ള് കച്ചവടക്കാർ, ഗെയിംസൊക്കെ ഉണ്ട്, ബലൂൺ വെച്ചിട്ട് അത് തോക്കായിട്ട് പൊട്ടിക്കുക, അങ്ങനെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് വെള്ളം കണ്ടു, അതായത് പുഴ തോന്നണം. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ അവിടെ ഒന്ന് വണ്ടി സൈഡാക്കിയിട്ട് അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി, നമ്മളെല്ലാവരും ഇറങ്ങി. അങ്ങനെ കുറച്ചധികം നേരം തന്നെ നമ്മളവിടെ എല്ലാവരും സ്പെൻഡ് ചെയ്ത്. മക്കളൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്, കുറേയൊക്കെ പിടിച്ച് നിർത്തി. പിന്നെ നമ്മളവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവാണ്. പിന്നെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് വട്ടവട ഡാമാണ്. മൂന്നാർ പോകുന്ന വഴി വട്ടവട ഡാം. അവിടെയും പോയി കുറച്ച് നമ്മളുടെ മെയിൻ ലക്ഷ്യം പറഞ്ഞാൽ ഫോട്ടോസ് വീഡിയോസ്, അതാണ് മെമ്മറീസ്. അപ്പോൾ നമ്മൾ ഡാം പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളമൊക്കെ തീരെ കുറവാണ്, നിലം പതിച്ചെടുക്കുകയാണ് വെള്ളമൊക്കെ. അപ്പോൾ പിന്നെ ഫുള്ള് പൈൻ മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളവിടെയൊക്കെ ഒന്ന് കണ്ട്. ഈ പൈൻ മരങ്ങൾ നമ്മൾ തീപ്പെട്ടിക്കൊള്ളിയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണ വുഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് നേരം പിന്നെ എല്ലാവരും അത് കണ്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ മെയിനായിട്ട് മൂന്നാറിൽ വന്ന ചോക്ലേറ്റ്സാണ്. ചോക്ലേറ്റ്സ്, കാപ്പിപ്പൊടി, ചായപ്പൊടി. പക്ഷേ പണ്ടത്തെ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ വെറും ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റാണ്. ഇപ്പോൾ ഫുള്ള് കളർഫുള്ളായിട്ട് പല വെറൈറ്റി ചോക്ലേറ്റ്സാണ്. പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ്സ് ആയിട്ടുള്ള വുഡായിട്ടുള്ള പല വളകൾ, അതുപോലെ തന്നെ പല ടൈപ്പ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കീ ചെയിൻസ്, മറ്റേ റുബിക്സ് ക്യൂബൊക്കെ വുഡായിട്ട് ഉണ്ടാക്കിയത്, അങ്ങനെ കുറേ കണ്ട്. പിന്നെ നമ്മളവിടുന്ന് തിരിച്ച് വീണ്ടും തേയിലത്തോട്ടം. ഏതായാലും വന്നതല്ല, അപ്പം ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കലാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നോക്കിയപ്പോഴൊക്കെ ഫുള്ള് വെയിൽ കിട്ടി, അവർ സെക്യൂർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. പിന്നെ വെയിൽ കെട്ടാത്തൊക്കെ വെച്ചെങ്കിൽ നല്ല ഉയരത്തിലാണ്, അപ്പോൾ നമുക്ക് അതൊന്നും ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ കുറേ പോയി നോക്കി. അങ്ങനെ അവസാനം നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലെത്തി. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പിന്നെ നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇറങ്ങി വരണം. അപ്പോൾ കുറച്ച് ഇടങ്ങറായിട്ട് തന്നെ നമ്മൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഹസനെ തലമ കയറ്റിയപ്പോൾ ഒരു ആഗ്രഹം ജനനെയും കൂടി തല കയറ്റാൻ. അപ്പോൾ പിന്നെ രണ്ടാളിനെയും കൂടി എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചധികം വീഡിയോസൊക്കെ എടുത്ത് കപ്പിൾസിനെയും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ ഈ ഇറങ്ങിയ തേയിലത്തോട്ടം വെസ്റ്റ് ഡിവിഷനിലുള്ള ചുണ്ടാവരൈ എസ്റ്റേറ്റാണ്. അപ്പോൾ അതും കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോണത് ടോപ്പ് സ്റ്റേഷൻ ഉണ്ട്, അപ്പോൾ അവിടേക്കാണ്. അതും കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡയറക്റ്റ് റൂമിൽ പോവാണ്. ഒരു 4 മണി 5 മണിയാകുമ്പോഴത്തേനും നമ്മൾ റൂമിലെത്തും. അപ്പോൾ നമ്മൾ ഇനി പോണത് ടോപ്പ് സ്റ്റേഷനിൽ കാണാം. അപ്പോൾ നമുക്ക് ഇനി അവിടെ നിന്ന് ഒരു ഫുൾ വ്യൂ കാണാം, കോട മൂടി കിടക്കണ മലകളും കുന്നിൻ്റെ ഒക്കെ ഒരു ഫുൾ വ്യൂ കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തി, ടോപ്പ് സ്റ്റേഷനിലെത്തി. അപ്പോൾ എൻട്രൻസിൽ തന്നെ നമുക്ക് പറഞ്ഞ പോലെ ചോക്ലേറ്റ്സും
കോഫി പൗഡറും ടീ പൗഡറുമാണ്. ഈ കാണുന്നത് സോപ്പാണ് കേട്ടോ, ഹോം മെയ്ഡ് സോപ്പാണ്. നമ്മുടെ പാളയിൽ പാക്ക് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല രസമുള്ള സോപ്പുകളാണ്. പിന്നെ നമ്മൾ പോണ വഴിക്ക് ചോളം, സ്വീറ്റ് കോണാണ്, അതുപോലെ തന്നെ മാങ്ങ എല്ലായിടത്തും കാണുന്ന പോലെ. അപ്പോൾ ഇതാണ് ഇത് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോപ്പ് സ്റ്റേഷനെത്തി. കുറച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് വർണ്ണശബളമായ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളതൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ എല്ലാം നമ്മൾ വെറുതെ വെച്ച് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച് പോകുന്നു. പിന്നെ കുറച്ച് സുന്ദരികളുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. അവരുടെ കോസ്റ്റ്യൂം നല്ല വെൽവെറ്റ് പോലത്തെ ടൈപ്പ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ ടെഡീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, കുറേ സ്പെക്സ് കണ്ണട, ചെറിയ മക്കൾക്ക് പറ്റിയ പല വെറൈറ്റി കണ്ണടകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് ആ ടോപ്പ് സ്റ്റേഷനിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ പാസ് ഉണ്ട്, 10-20 രൂപയാണ് പെർ ഹെഡ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇതുവരെ വന്നതിൽ വെച്ചിട്ട് നമ്മളെല്ലാവരും പാസ് എടുത്തിട്ട് കയറി. ഇതാണ് ടോപ്പ് വ്യൂ, ഫുള്ള് കോട നിറഞ്ഞ് കിടക്കുകയാണ്. നട്ടുച്ചയായിട്ടും നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വട്ടവട ഗ്രാമത്തേക്ക് എൻട്രി ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ റൂമൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫുള്ള് പിന്നെ അങ്ങോട്ട് പൈൻ ഫോറസ്റ്റാണ്, ഫുള്ള് പൈൻ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് എല്ലാതും ഒരേ വലുപ്പത്തിലൊക്കെ ആയിട്ട് നല്ല രസത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മളൊരു 4 മണിയാകുമ്പോഴത്തേനും ബോർഡർ കടന്നിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് ശേഷം ഒരു കടത്തി വിടില്ല, അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏകദേശം 4-4:30 കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തത്. അങ്ങനെ കുറച്ച് ഉള്ളിലേക്കായിട്ടുള്ള ഏരിയയാണ്, തമിഴ്നാട് കേരളം മിക്സ്ഡ് ഏരിയ എന്ന് തോന്നുന്നു. ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയാണ് നായാട്ട് എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞു, കുഞ്ചാക്കോ ബോബൻ്റെ നായാട്ട് എന്നുള്ള ഫിലിം ഷൂട്ട് ചെയ്ത പ്ലേസാണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ തൊട്ട് ബാക്കിലാണ് ഷൂട്ടിംഗ് പ്ലേസ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഡയറക്റ്റ് റൂമിലോട്ട് പോവാണ്. വഴിയിൽ ഫുള്ള് 2 സൈഡിലും വീടുകളും അമ്പലം, പിന്നെ ഇവിടെ എന്തോ ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന ടൈമായിരുന്നു തോന്നുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി. കറക്റ്റ് 5 മണിക്ക് നമ്മൾ റൂമിൻ്റെ അവിടെ എത്തി. വണ്ടി കുറച്ച് അവിടെ പാർക്ക് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി നമ്മൾ റൂമിലെത്തി. റൂമിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാം. ഇനിയിപ്പോൾ എന്താ, ഫ്രഷപ്പ് ആവുക. ഇതാണ് താഴത്തെ വ്യൂ, ഫെസ്റ്റിവൽ നടക്കുന്ന ടൈമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ വീഡിയോസ് ഞാൻ അടുത്ത വ്ളോഗിലിടാം. ബൈ ആൻഡ് അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.